ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എങ്ങോട്ട് പോണ അറിയോ? ഇന്ന് നമ്മൾ ശോഭയത്ത് ഉത്സവത്തിനാട്ടോ പോണത്. ഒരുപാട് നാളായി കാത്തിരിക്കൽ തുടങ്ങിയിട്ട് കേട്ടോ ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അമ്പലം വന്നെ താന്നൂരാട്ടോ. അമ്പലത്തിന്റെ ഭാഗത്തൊന്നും വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ അവിടെ നിറച്ചു ആൾക്കാരാവും. നമുക്ക് കാല് കുത്താൻ പോലും സ്ഥലം കിട്ടൂല, അത്രയ്ക്ക് ജനങ്ങളാവട്ടോ. നമ്മൾ എന്നിട്ട് പുതിയ പാലത്തിന്റെ താഴ്ത്താട്ടോ വണ്ടി നിർത്തിയാണ്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതാ അമ്പലത്തിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ. നമ്മൾ അമ്പലത്തിലേക്ക് കയറി വന്നപ്പോ തന്നെ നമ്മൾ നിയാസ് ബാബുവിന്റെ വരവാട്ടോ കണ്ടത്. പക്ഷെ ഫേസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നിന്ന് എന്റെ രണ്ട് ഫ്രണ്ട്സിനെ കണ്ടിട്ടോ. രണ്ട് എന്റെ 7ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്സ് ആണ്. ഒന്നിന്റെ പേര് സ്നേഹ എന്നും ഒന്നിന്റെ പേര് സോന എന്നാണ് കേട്ടോ. സ്നേഹിന്റെ കാര്യം പറയുമ്പോഴാണ് ഞങ്ങൾ ക്ലാസ്സിൽ 2 സ്നേഹ ഉണ്ടായിരുന്നു. രണ്ടിന്റെ ഇനീഷ്യൽ വരുന്ന TK എന്നാണ് കേട്ടോ. അപ്പൊ സാറ് എന്ത് ചെയ്തു, അച്ഛന്റെ പേരും കൂടി ചേർത്ത് വിളിക്കാൻ തീരുമാനിച്ചിട്ടോ. അപ്പൊ എന്തായി, സ്നേഹ എന്ന് ഉണ്ണിന്നും ആയി, സ്നേഹ ദാസ് എന്നും ആയിട്ടോ. അപ്പൊ ഇവളെ പേര് സ്നേഹ ഉണ്ണി എന്നാണ്. അങ്ങനെ അവർ സംസാരിച്ചാണ്ട് പോയിട്ടോ. പിന്നെ എന്റെ 2 ഫ്രണ്ട്സിനെ, വേറെ ഫ്രണ്ട്സിനെ ഞങ്ങൾ കണ്ടു. മിഥുനും അരുണും പിന്നെ അജിത്തിനെ കേട്ടോ കണ്ടത്. മിഥുൻ ഐസ്ക്രീം മേടിച്ചായിരുന്നു, അതാണ് ഇച്ചപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓന്റെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യ മേടിച്ചിട്ട് കഴിക്കാട്ടോ. അങ്ങനെ അത് കഴിച്ചിട്ട് നേരെ അമ്പലത്തിന്റെ മുന്നിൽ തന്നെ പോയി കേട്ടോ. അവിടെ നിന്നപ്പോഴാണ് വലിയൊരു കാളേന്റെ വരവ് വന്നു കേട്ടോ. ഇച്ചാപ്പിന്റെ തോളിൽ ഇരുന്നാണ്ട് കുറെ വരവ് കണ്ടു. അതിന്റെ ശേഷം ഒന്ന് നല്ല ഉറക്കം വന്നു, ഉറങ്ങിയിട്ടാ. അപ്പൊ ഇതാ നമ്മള് കരടിക്കുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു വരവിന്. ആള് നല്ല പേടിപ്പിക്കുന്നുണ്ട് കേട്ടാ. നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിട്ട്. നമ്മളെ കുട്ടിയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ആക്കിയാണ്ട് കുറേ നേരമായി പോയിട്ട് കാണാതായപ്പോൾ ഞാൻ വിളിച്ചു പറയാൻ പറഞ്ഞു കേട്ടോ. അത് വിളിച്ചു പറയുന്ന ടൈമിൽ തന്നെ കേട്ടോ വരവന്ന്. അതുകൊണ്ട് ഞങ്ങളൊന്നും കേട്ടിട്ടില്ല, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു നീണ്ട സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മളെ കുട്ട വന്നു കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ശോഭയത്ത് ഉത്സവമായ ഇങ്ങനെ തന്നെ കേട്ടോ, ഒരു കടകളിലും ഭക്ഷണം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അവിടെ ഒന്നും ഫുഡ് കിട്ടാതായപ്പോൾ ഞങ്ങൾ നേരെ പുത്തന്തേര് പോയിട്ടാ. എന്നിട്ട് നമ്മളെ കുമ്പ് നിറക്കിനേക്കാളും മുന്നേ നമ്മളെ കാറക്കുട്ടിന്റെ കുമ്പ് ഞങ്ങൾ നിറച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ മുള്ളിയാണ് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ. പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ കട. അതുകൊണ്ട് സബിത തീറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിച്ച നെയ്ച്ചോറും പിന്നെ ചിക്കൻ ചില്ലി പിന്നെ ചിക്കൻ പെപ്പറും ആണ്. അങ്ങനെ നല്ല വിശപ്പിൽ എല്ലാവരും നല്ല കഴിച്ചു. അപ്പൊ ഇതാണ് നമുക്ക് ബില്ല് വന്ന്. അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ടാണ്ട് ഉറങ്ങി നെക്സ്റ്റ് ഡേ ആയിട്ട്